പ്രിയമുള്ളവരെ, രാമപാതകങ്ങളും ഏറ്റുവാങ്ങി ഭരത ശത്രുഘ്നന്മാരും കൊട്ടാരവാസികളും ഒക്കെ നാട്ടിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം അധികം വൈകാതെ രാമൻ ലക്ഷ്മണനോട് പറയുന്നു, നമുക്കിനി ഇവിടെ നിന്ന് താമസം മാറാം. അതായത് പഞ്ചവടിയിൽ നിന്ന് വേറൊരിടത്തേക്ക് താമസം മാറ്റണം. കാരണം നമ്മൾ ഇപ്പോഴും ഇവിടെയാണുള്ളതെന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാമല്ലോ. അവരിനിയും വരും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ. പക്ഷെ നമുക്ക് പോകാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അത് അവർക്കും വിഷമമാകും, നമുക്കും വിഷമമാകും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വനത്തിലേക്ക് മാറി പോയി താമസിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഇവര് ദണ്ഡകാരണ്യം എന്ന് പറയുന്ന ഒരു കൊടുങ്കാട്, ആ കാട്ടിലേക്കാണ് ഇവരുടെ യാത്ര. അപ്പൊ യാത്ര തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും മുൻപില് ലക്ഷ്മണൻ, ഏറ്റവും പുറകില് രാമൻ, നടുക്കാണ് സീത. അതായത് വന്യമൃഗങ്ങളോ രാക്ഷസരോ ആരാക്രമിക്കാൻ വന്നാലും ആദ്യം ലക്ഷ്മണൻ അവരെ നേരിടും. ഇനി പുറകിൽ നിന്ന് ആരെങ്കിലും വന്നാൽ രാമൻ നോക്കിക്കോളും. സീതാദേവി എപ്പോഴും സുരക്ഷിതയായിരിക്കും. അങ്ങനെ ആ ഒരു തരത്തിൽ ഇവര് യാത്ര തുടർന്നു. കുറേ ദൂരം യാത്ര ചെയ്ത് അവിടെയും ഇവരൊരു മുനിയുടെ ആശ്രമത്തിൽ, ഒരു മഹർഷിയുടെ ആശ്രമ പരിസരത്ത് എത്തുന്നു. അവിടെ അപ്പോൾ മഹർഷിയുടെ ശിഷ്യന്മാര് കുറെ പേരൊക്കെ ഇവരെ കാണുന്നുണ്ട്. ഇവർ അവരുടെ അടുത്ത് എന്നിട്ട് പറയുന്നു, ഞങ്ങൾ അയോധ്യ രാജാവ് ദശരഥന്റെ മക്കളാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ മഹർഷിയെ ഒന്ന് കാണണമെന്ന് പറയുന്നു. അപ്പൊ ഈ മഹർഷി സപ്തർഷികളിൽ ഒരാളായ അത്രി മഹർഷിയാണ് കേട്ടോ. മഹർഷിയോട് എന്ന് ശിഷ്യന്മാർ ഈ വിവരം പറയുന്നു. ഉടനെ ഇവരെ വിളിച്ചോണ്ടി എല്ലാനും മഹർഷി പറഞ്ഞു. അങ്ങനെ ചെന്ന് ഇവര് മഹർഷിയെ നമസ്കരിച്ചു. മഹർഷിക്ക് ഒത്തിരി സന്തോഷമായി ഇവരെ കണ്ടപ്പോ. അയോധ്യ രാജാവിന്റെ മക്കളല്ലേ, സന്തോഷിച്ചു. പിന്നെ മഹർഷിക്ക് അറിയാമല്ലോ ഇവരാരൊക്കെയാണെന്ന് മഹർഷിക്ക് അറിയാം. അപ്പോൾ മഹർഷിക്ക് ഒത്തിരി സന്തോഷമായി. സംസാരത്തിനിടയിൽ മഹർഷി സീതയോട് പറയുന്നു, മകളെ നീ അകത്തേക്ക് ചെല്ലു, അകത്ത് എൻ്റെ പത്നിയുണ്ട്, അനസൂയാദേവി. ഉടനെ തന്നെ സീത അകത്ത് ചെന്ന് അനസൂയാദേവിയെ നമസ്കരിക്കുന്നു. ഈ അനസൂയാദേവി ഒരു പ്രത്യേകതയുള്ള ദേവിയാണ്. അതായത് മഴയില്ലാത്ത ഒരു കാലത്ത് തപസ് ചെയ്ത് മഴ പെയ്യിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ദേവി. 10,000 വർഷങ്ങൾ നീണ്ട തപസ് ചെയ്തിട്ടുള്ള ആളാണെന്നും പറയുന്നു. അപ്പോൾ ഈ അനസൂയാദേവിയുടെ പ്രായം എന്താണെന്ന് നമുക്ക് ഊഹിക്കാമല്ലേ. അനസൂയാദേവിക്ക് സീതയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇത്ര അതിസുന്ദരിയും കുലീനയുമായ ഒരു പെൺകുട്ടി. സീതയെ വേഗം കെട്ടിപ്പിടിച്ച്, മകളെ നീ ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമയായ സ്ത്രീയാണ്. കാരണം ഭർത്താവ് വനവാസത്തിന് പോന്നപ്പോൾ കൊട്ടാര സൗഖ്യങ്ങളെല്ലാം ആർഭാടങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭർത്താവിന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി കൂടെ പോന്നവളല്ലേ. അപ്പൊ നീ തന്നെയാണ് ഈ ഭൂമിയിലെ ഉത്തമ സ്ത്രീ എന്ന് പറയുന്നു. എന്നിട്ട് അനസൂയാദേവി പട്ടുവസ്ത്രങ്ങളും കുറിക്കൂട്ട്, നെറ്റിക്ക് തൊടുന്ന കുറിക്കൂട്ടുകളും ഒക്കെ കൊടുത്ത് ഇവളെ അതൊക്കെ അണിയിച്ച് കുറിയൊക്കെ തൊടിയിച്ച്, അപ്പോൾ ഇവളുടെ സൗന്ദര്യം ഒന്നുകൂടി ഇരട്ടിയായി. അപ്പോൾ ദേവിക്ക് ഒത്തിരി സന്തോഷമായി വീണ്ടും. എന്നിട്ട് സീതയെ രാമന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് അനസൂയാദേവി ഇവർ തമ്മിലുള്ള ചേർച്ച കണ്ട് ആസ്വദിക്കുന്നു. അതായത് ഒരു അമ്മ തൻ്റെ മകളുടെ കല്യാണ ദിവസം അണിഞ്ഞൊരുങ്ങി വന്ന മകള് ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതേ സന്തോഷം അന്നേരം അനസൂയാദേവി അനുഭവിച്ചു എന്നാണ്. അങ്ങനെ ആ ഒരു ദിവസം മുഴുവൻ ഇവരെല്ലാവരും ചേർന്ന് അങ്ങനെ സംസാരിച്ചിരുന്നു. പിറ്റേന്ന് പുലർച്ചെ തന്നെ ഇവര് മൂവരും ലക്ഷ്മണന്മാരും സീതയും ദണ്ഡകാരണ്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ ഒത്തിരി ദൂരം യാത്ര ചെയ്ത് ഇവര് കുറച്ചൊരു താമസയോഗ്യമായ ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ ലക്ഷ്മണൻ കുറച്ച് മരക്കമ്പുകളും ചുള്ളികളും ഒക്കെ കൊണ്ടുവന്ന് ഒരു പർണശാല കെട്ടിയുണ്ടാക്കി ഇവരവിടെ താമസവും തുടങ്ങി. അപ്പോൾ എല്ലാ ദിവസവും ഇവര് മൂവരും ചേർന്ന് പുഴയിലേക്ക് കുളിക്കാൻ പോകും. അങ്ങനെ പോയിട്ട് രാമനും സീതയും കുളിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ ദൂരെ മാറി ആരെങ്കിലും ശത്രുക്കള്, വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ രാക്ഷസരോ വരുന്നുണ്ടോ എന്ന് നോക്കി ഇവരുടെ സംരക്ഷണത്തിനായിട്ട് നിൽക്കും. പിന്നീടാണ് ലക്ഷ്മണൻ കുളിച്ചു പോരുന്നത്. അങ്ങനെ ഒരു ദിവസം രാമനും സീതയും കുളി കഴിഞ്ഞ് പോന്നു. പിന്നെ ലക്ഷ്മണനും കുളിച്ചിട്ട് ഒരു കുടം വെള്ളം ഇവരുടെ പർണശാലയിലെ ആവശ്യത്തിനായിട്ട് എടുത്തുകൊണ്ട് പോരുന്നു. അങ്ങനെ ഇവര് പർണശാലയിൽ വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ, അപ്പൊ ലക്ഷ്മണൻ എപ്പോഴും കുറച്ച് ദൂരെ മാറി നിൽക്കും.
അങ്ങനെ നിൽക്കുമ്പോൾ ഇനി വേറെ ഒരാളുടെ കഥയാണ്. അതായത് ലങ്കാധിപതി രാവണന്റെ ഒരു സഹോദരിയുണ്ട്, ശൂർപ്പണഖ. ഈ ശൂർപ്പണഖ ദൂരെ നിന്ന് ഇവരെ കാണുമ്പോൾ അവൾക്ക് അത്ഭുതമായി. കാരണം അതിസുന്ദരന്മാരായ 2 പുരുഷന്മാര് സന്യാസ വേഷത്തിൽ, അതിസുന്ദരിയായ ഒരു സ്ത്രീ. ഇവരാരാണെന്ന് അറിയണം എന്ന് കരുതി ഈ ശൂർപ്പണഖ തന്റെ സ്വന്തം രൂപത്തിൽ ഇവരുടെ അടുത്ത് വന്നാൽ ഇവർ ഓടുമല്ലോ. അതുകൊണ്ട് ഒരു ലളിത വേഷധാരിയായ എന്നാണ്. ലളിത വേഷം എന്ന് പറയുന്നത് ഒരു സുന്ദരിയായ സ്ത്രീയുടെ വേഷത്തിലായിക്കൊണ്ട് ഇവരുടെ അടുത്തെത്തുന്നു. പർണശാലയിൽ എത്തിയിട്ട് ഇവരോട് ചോദിക്കുന്നു, രാമനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്? ഇത്ര സുന്ദരന്മാരായ 2 പുരുഷന്മാർ ഇങ്ങനെ സന്യാസ വേഷത്തിൽ ഈ വനത്തിൽ വന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. രാമൻ ഇതുപോലെ തന്നെ പറയുന്നു, ഞങ്ങൾ അയോധ്യ മഹാരാജാവിന്റെ മക്കളാണ്, ഞങ്ങൾ അച്ഛന്റെ ആഗ്രഹമനുസരിച്ച് ഞങ്ങൾ 14 വർഷം വനവാസത്തിനായി വന്നതാണ് എന്ന് പറയുന്നു. ഉടനെ ശൂർപ്പണഖ പെട്ടെന്നാണ് ശൂർപ്പണഖ പറയുന്നത്. ശൂർപ്പണഖ പറയുന്നു, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. ഇഷ്ടമെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എനിക്ക് മോഹമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഭാര്യയാക്കുമോ എന്ന് രാമനോട് ചോദിക്കുന്നു. എന്നെ നിങ്ങൾ ഭാര്യയാക്കിയാൽ നിങ്ങൾക്ക് വളരെ സുഖമായിരിക്കും. കാരണം നിങ്ങളെ ഈ വനത്തിൽ മുഴുവൻ കൊണ്ടു നടന്ന് ഞാൻ എല്ലാ കാഴ്ചകളും കാണിക്കാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് രസിച്ച് നടക്കാം എന്നാണ് ശൂർപ്പണഖ രാമനോട് പറയുന്നത്. അപ്പൊ രാമൻ പറഞ്ഞു, അയ്യോ എനിക്കതിന് സാധിക്കില്ല. കാര്യം എൻ്റെ ഭാര്യയാണ് കൂടെയുള്ളത്, സീത. അപ്പോൾ എനിക്കിനി വേറൊരാളെ കൂടി ഭാര്യയാക്കാനാവില്ല. പക്ഷെ എൻ്റെ അനുജൻ കുറച്ച് മാറി നിൽക്കുന്നത് കണ്ടോ, അവൻ്റെ കൂടെ ഭാര്യയില്ലല്ലോ, അപ്പോൾ അവൻ്റെ അടുത്തൊന്ന് ചെന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഉടനെ ലക്ഷ്മണന്റെ അടുത്ത് ചെന്നിട്ട് രാമനോട് പറഞ്ഞ അതേ കാര്യം ലക്ഷ്മണനോട് ശൂർപ്പണഖ ആവശ്യപ്പെടുകയാണ്. ലക്ഷ്മണൻ പറഞ്ഞു, അയ്യോ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ 14 വർഷം എൻ്റെ ജ്യേഷ്ഠന്റെയും ജ്യേഷ്ഠത്തിയുടെയും സംരക്ഷണത്തിനായിട്ട് ഒരു സന്യാസിയായിട്ട് തന്നെ ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് ആരെ അങ്ങനെ ഭാര്യയാക്കാനൊന്നും പറ്റില്ല. പക്ഷെ ജ്യേഷ്ഠൻ ഇപ്പൊ ഭാര്യ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇത്ര സുന്ദരിയല്ലേ, അതുകൊണ്ട് നിങ്ങൾ നിർബന്ധിക്കാമെങ്കിൽ ഒരുപക്ഷെ ജ്യേഷ്ഠൻ സമ്മതിച്ചേക്കും, നിങ്ങളൊന്ന് നിർബന്ധിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഉടനെ വീണ്ടും രാമന്റെ അടുത്ത് വരുന്നു. അപ്പൊ വീണ്ടും രാമൻ ആദ്യ മറുപടി തന്നെ പറയുകയാണ്, എനിക്ക് സാധിക്കില്ല. പക്ഷെ ലക്ഷ്മണൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഭാര്യ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവൻ ഒരുപക്ഷെ നിങ്ങൾ നിർബന്ധിച്ചാൽ സമ്മതിക്കും. അങ്ങനെ ശൂർപ്പണഖ വീണ്ടും ലക്ഷ്മണന്റെ അടുത്ത്, ഇങ്ങനെ രാമന്റെയും ലക്ഷ്മണന്റെയും അടുത്ത് മാറി മാറി കുറെ പ്രാവശ്യം നടന്നു ശൂർപ്പണഖ. ഒടുവിൽ ഇവൾക്ക് ദേഷ്യം വന്നു. ഇവള് ചിന്തിച്ചു, ഈ സീത കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ രാമൻ എന്നെ സ്വീകരിക്കാത്തത് ഭാര്യയായി. ഇവളുടെ കഥ കഴിച്ചാൽ ശരിയാകുമെന്ന് വിചാരിച്ച് ഇവളുടെ രാക്ഷസ രൂപത്തിലായിക്കൊണ്ട് സീതയെ കൊന്നു തിന്നാനായിട്ട് ചാടി സീതയുടെ മേൽ വീഴാൻ തുടങ്ങുമ്പോൾ തൽക്ഷണം നമ്മുടെ ലക്ഷ്മണൻ ഇത് കണ്ട് പാഞ്ഞു വന്ന് കയ്യിലിരുന്ന വാള് കൊണ്ട് ഇവളുടെ മുലകളും മൂക്കും ചെവികളും മുറിച്ചു എന്നാണ്. ഇത്രയും അവയവങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ശൂർപ്പണഖയുടെ പരുവം എന്തായിരിക്കും അല്ലേ? ഉടനെ ഇവള് കരഞ്ഞു നിലവിളിച്ച് ഓടിപ്പോയത് തന്റെ സഹോദരന്മാരുടെ അടുത്തേക്കാണ്. അതായത് രാവണനെ കൂടാതെ 3 സഹോദരന്മാരും കൂടിയുണ്ട്, ഇളയ സഹോദരന്മാര്. അത് ഖരൻ, ദുഷണൻ, ത്രിശിരസ്, ഇങ്ങനെയാണ് അവരുടെ പേര്. ഖരൻ, ദുഷണൻ, ത്രിശിരസ്. ഈ 3 സഹോദരന്മാരുടെ അടുത്താണ് ഇവൾ ആദ്യം ഓടി എത്തിയിട്ട് ഇവളൊരു നുണ പറയുന്നു അവരോട്. ഇങ്ങനെ വനത്തില് അയോധ്യ രാജാവിന്റെ മക്കള് എത്തിയിട്ടുണ്ട്. അവരുടെ കൂടെ സുന്ദരിയായ ഒരു രാമന്റെ ഭാര്യ, സുന്ദരിയായ ഒരു സ്ത്രീയുണ്ട്, സീത. അവളുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഞാൻ അവളെ പിടിച്ചോണ്ട് വന്ന് നമ്മുടെ മൂത്ത സഹോദരൻ രാവണന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ഈ രാവണനൊരു സ്വഭാവമുണ്ട്, ലോകത്ത് എവിടെയും സുന്ദരികളായ സ്ത്രീകളുണ്ടെന്നറിഞ്ഞാല് അയാൾക്ക് അവരെ അപ്പൊ സ്വന്തമാക്കണം. അതാണ്. അപ്പൊ ഇവള് ആ ഒരു കാര്യം വെച്ച് ഇവള് നുണ പറയുകയാണ് ഈ സഹോദരന്മാരോട്. അങ്ങനെ രാവണന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോ രാമന്റെ അനുജൻ എന്നെ ഈ പരുവത്തിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് അവരോട് പകരം ചോദിക്കണമെന്ന് പറയുന്നു. ഉടനെ ഇവര് 3 ചേർന്ന് 14,000 പടകളോടുകൂടി ഇവരുടെ പർണശാലയിലേക്ക് യുദ്ധത്തിനായി വന്നു. രാമനുമായി പൊരിഞ്ഞ യുദ്ധം നടന്ന് ആദ്യം തന്നെ ഖരനെ വധിച്ചു. ഖരനെ വധിച്ചു കഴിഞ്ഞ് അടുത്ത 2 പേരുമായിട്ടായി യുദ്ധം. അവരുടെയും കഥ കഴിഞ്ഞു. ഈ ഖരന്റെ തല
രാമൻ കാലുകൊണ്ട് തട്ടിയിട്ട് ലങ്കാധിപതിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ചെന്ന് വീണു എന്നാണ്. രാവണന്റെ മുൻപിൽ ചെന്ന് ഈ തല വീണു എന്നാണ്. ഇത് കണ്ട ഉടനെ രാവണൻ ആകെ കോപിഷ്ഠനായി. ഇത് ആരാണ്, എന്താണ്, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സഹോദരി കരഞ്ഞു വിളിച്ചു നിൽക്കുന്നു. അവള് ഇളയ സഹോദരന്മാരോട് പറഞ്ഞ അതേ നുണ തന്നെ അവിടെയും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, നീ ഇവിടെ ഇങ്ങനെ സ്ത്രീ വിഷയത്തില് രമിച്ച് ഇങ്ങനെ ഇവിടെ കഴിഞ്ഞോ? ഇവിടെ നടക്കുന്നത് വല്ലതും നീ അറിയുന്നുണ്ടോ? ഇങ്ങനെ കാട്ടിലൊരു കൂട്ടര് വന്നിട്ടുണ്ട്, അയോധ്യ രാജാവിന്റെ മക്കള്. അവരുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ട്, സീത, അതിസുന്ദരിയാണ്. അവളെ പിടിച്ച് നിനക്ക് കൊണ്ടുവന്ന് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളുടെ അടുത്ത് ചെന്നത്. അപ്പോ അവരുടെ കൂടെയുള്ള രാമന്റെ അനുജൻ ലക്ഷ്മണൻ എന്നെ ഈ ഒരു പരുവത്തിലാക്കി, വിരൂപയാക്കി. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവരോട് പകരം ചോദിക്കണമെന്ന് പറയുന്നു. കേട്ട രാവണന് ദേഷ്യം വന്നു. അവരെ ഞാൻ നേരിടും, നിന്റെ സങ്കടത്തിന് അറുതി വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് പകരം ചോദിക്കാനായിട്ടൊക്കെ തയ്യാറാവുന്ന സമയത്ത് രാവണന്റെ മനസ്സിൽ കുറച്ച് ബോധം വെച്ചു. കാരണം രാവണനറിയാം ഈ രാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണു തന്നെയാണെന്നും ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് തന്നെ കൊല്ലാനാണെന്നും, അതായത് രാവണനെ നിഗ്രഹിക്കാനാണെന്നും രാവണന് ശരിക്കറിയാം. അപ്പോൾ രാവണൻ നിശ്ചയിച്ചു, രാമനെ ചെന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനൊന്നും പറ്റില്ല. ഇനി ചെന്ന് കരഞ്ഞ് കാലുപിടിച്ച് പ്രാർത്ഥിച്ചാലേ രാമൻ വിശ്വസിക്കുകയുമില്ല. കാരണം അത്രയ്ക്ക് ദുഷ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മാർഗമേ ഉള്ളൂ, നേരിട്ട് ചെന്ന് പൊരുതുക. രാമനോട് നേരിട്ട് ചെന്ന് പൊരുതിയാൽ തോൽക്കും, അത് ഉറപ്പാണ്. രാമൻ ഈ രാവണനെ കൊല്ലും. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ, നേരിട്ട് പൊരുതി തോറ്റാൽ ലോകം പോകുമെന്നൊരു വിശ്വാസമുണ്ട്. നേരെ നിന്ന് പൊരുതി തോറ്റാലും സ്വർഗലോകം പോകുമെന്ന്. അപ്പൊ ഇനി അതേ മാർഗമുള്ളൂ എന്ന് രാവണൻ ചിന്തിച്ച് നേരിട്ട് രാമനോട് പൊരുതുന്നതിനായിട്ട് പോകാൻ ഉറയ്ക്കുന്നു. അപ്പോഴും ചിന്തിച്ചു, ഒരു കാരണം വേണമല്ലോ, വെറുതെ ചെന്നിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. എന്ത് കാരണം കൊണ്ട് രാമനുമായിട്ടൊരു യുദ്ധത്തിനൊരു സാഹചര്യം എങ്ങനെ ഒരുക്കുമെന്ന് ചിന്തിച്ച് അപ്പോൾ ഇത് സീതയെ തന്നെ കരുവാക്കാൻ നിശ്ചയിച്ചു. കാരണം സീതാദേവിയെ തട്ടിക്കൊണ്ടുപോരുക. സീതാദേവിയെ പോന്നു കഴിഞ്ഞാല് രാമൻ അടങ്ങിയിരിക്കുമോ? ഉടനെ രാമൻ യുദ്ധത്തിന് ഇറങ്ങുമല്ലോ. അങ്ങനെ രാമനുമായിട്ട് യുദ്ധം ചെയ്യുക, യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പ്. അങ്ങനെ ലോകം പോകാനും സാധിക്കുമല്ലോ എന്ന് ചിന്തിച്ച് രാവണൻ രാമന്റെ അടുത്തേക്ക് സീതാദേവിയെ തട്ടിക്കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അവിടെ ചെന്ന് സീതാദേവിയെ തട്ടിക്കൊണ്ടുവരാൻ ഒരുങ്ങുന്ന കാര്യങ്ങളും മറ്റും നമുക്ക് ഇനി അടുത്ത ദിവസം കേൾക്കാം. നന്ദി, നമസ്കാരം.